അധ്യായം 12. അർജുനൻ ചോദിച്ചു, എല്ലാ സമയവും അങ്ങയുടെ ഭക്തിസേവനത്തിൽ തന്നെ ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ? പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എന്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതുമായതിനെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്തചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. ഹേ പാർത്ഥ, എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ച് എന്നിൽ മനസ്സചഞ്ചലമായി ഊന്നിക്കൊണ്ട് ഭക്തിയുത സേവനത്തിലേർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജനനമരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്നും കരകയറ്റും. പരമദിവ്യോത്തമ പുരുഷനായ എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക. അപ്രകാരം നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ വാഴും, സംശയമില്ല. പ്രിയപ്പെട്ട അർജുന, ധനത്തെ ജയിച്ചവനെ, എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. ഭക്തിയോഗത്തിന് വേണ്ടുന്ന നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കൂ. എനിക്കായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നീ പരിപൂർണതയിലെത്തും. എന്നെക്കുറിച്ചുള്ള ഈ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സർവകർമ്മഫലങ്ങളെയും ത്യജിച്ച് ആത്മസ്ഥിതനായി തീരാൻ ശ്രമിക്കുക. നിനക്കിത് പരിശീലിക്കാൻ സാധ്യമല്ലെങ്കിൽ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുക. ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം. ആ ധ്യാനത്തേക്കാൾ വിശിഷ്ടമത്രേ കർമ്മഫലങ്ങളെ ത്യജിക്കൽ. എന്തെന്നാൽ ത്യാഗത്താൽ മനഃശാന്തി ലഭിക്കും. മാത്സര്യം കൂടാതെ സർവജീവസത്തകൾക്കും സുഹൃത്തായി ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവുമില്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനമനുഷ്ഠിക്കുന്ന എന്റെ ഭക്തൻ എനിക്കേറ്റവും പ്രിയങ്കരനാണ്. ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവനാരാണോ, അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ വ്യഥ എന്നിവയില്ലാത്തവനും ഫലമുദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എന്റെ ഭക്തൻ എനിക്കേറ്റവും പ്രിയപ്പെട്ടവനാണ്. സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയനാണ്. ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ആദരവും അനാദരവും, യശസ്, ദുഷ്കീർത്തി എന്നീ ദ്വന്ദ്വങ്ങളെ ഒരേവിധം കൈക്കൊണ്ട് അസത്സംഗത്തിൽ നിന്നെല്ലായ്പ്പോഴും മുക്തനും മൗനിയും ജ്ഞാനത്തിൽ ഉറച്ചവനും സദാ സംതൃപ്തനുമായി ഗാർഹിക ബോധമുപേക്ഷിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്കെത്രയും പ്രിയപ്പെട്ടവനാണ്. നാശരഹിതമായ ഈ ഭക്തിയുത സേവനമാർഗം പിന്തുടർന്ന് എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി പൂർണ്ണമായും എന്നിൽ മുഴുകുന്നവർ എനിക്കേറ്റവും പ്രിയപ്പെട്ടവരാണ്. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ 12ാധ്യായഃ.